ഇന്നത്തെ റെസിപ്പി മത്തങ്ങ വൻപയർ എരിശ്ശേരിയാണ്. ആദ്യം മത്തങ്ങ വേവിച്ചെടുക്കാം. അതിനായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച മത്തങ്ങ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾ പൊടി, കുറച്ച് കറിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഒരു 5 മിനിറ്റ് വേവിക്കാൻ വെക്കാം. മത്തങ്ങ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വൻപയർ ചേർത്ത് കൊടുക്കാം. വൻപയർ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഏകദേശം ഒരു 3/4 ഭാഗത്തോളം വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയറാണ്. ഇനി ഇത് രണ്ടും കൂടി വീണ്ടും ഒരു 5 മിനിറ്റും കൂടി വേവിക്കാം. മത്തങ്ങയും പയറും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിന് വേണ്ടി തേങ്ങ ചിരകിയത്, കുറച്ച് ചെറിയ ജീരകം, ചുമന്നുള്ളി, വെളുത്തുള്ളി, മഞ്ഞൾ, പച്ചമുളക് എന്നിവ ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. ഒരുപാട് അരിഞ്ഞു പോകരുത്. അരപ്പെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും 1-2 മിനിറ്റും കൂടി ഒന്ന് വേവിക്കാൻ വെക്കാം. മത്തങ്ങയും പയറും എല്ലാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള വറവ് തയ്യാറാക്കാം. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോഴേക്കും കറിവേപ്പിലയും വറ്റൽമുളകും ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ വറുത്തിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മത്തങ്ങയും വൻപയറും എല്ലാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം മത്തങ്ങയും വൻപയറും വേവിച്ചെടുക്കാൻ വേണ്ടി. ഇനി ഇതിലേക്ക് നമ്മുടെ വറവ് ചേർത്ത് കൊടുക്കാം. മത്തങ്ങ വൻപയർ എരിശ്ശേരി സാധാരണ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇനി സമയം കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ.
പിന്നെ ഇങ്ങനത്തെ നാടൻ റെസിപ്പീസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.